സുഹൃത്തുക്കളെ, അങ്ങനെ ADGP ആയിരുന്ന MR അജിത് കുമാർ സസ്പെൻഷനിലായി എന്ന് മാത്രമല്ല, അയാൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോയി അയാളുടെ സസ്പെൻഷൻ ചോദിച്ചപ്പോൾ കോടതി എടുത്ത് ചവിട്ടോട്ടയിലോട്ട് എറിഞ്ഞു. കോടതി ഒരുപാട് നെഗറ്റീവ് ചോദ്യങ്ങളും ചോദിച്ചു. അയാളെ സസ്പെൻഡ് ചെയ്ത നടപടി സ്റ്റേ ചെയ്യാൻ തയ്യാറാവാത്ത കോടതി നിങ്ങൾ എന്തിനാണ് അനാവശ്യമായി ഇത്തരം പണികളിൽ പോയി ഇടപെട്ടത് എന്നുള്ള ചോദ്യവും അജിത് കുമാറിനോട് ചോദിച്ചു. അങ്ങനെ അജിത് കുമാറിൻ്റെ അധ്യായം ഏതാണ്ട് അവസാനിച്ചു. ഇനി അജിത് കുമാറിൻ്റെ കോടതികൾ കയറി ഇറങ്ങി ഇങ്ങനെ നടക്കാം. സുഹൃത്തുക്കളെ, എനിക്ക് ആദ്യമായി ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, ഈ MR അജിത് കുമാർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ ഏതൊക്കെ നിലയിലാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ വേട്ടയാടിക്കൊണ്ടിരുന്നത്. അതിലെല്ലാ മാധ്യമങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അതിലൊരു സുപ്രധാന മാധ്യമം, ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ മാധ്യമം എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ഈ രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ ആഭ്യന്തരമന്ത്രിയെ കൊണ്ട്. ഈ ആഭ്യന്തരമന്ത്രി ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. കോൺഗ്രസിനകത്തൊക്കെ വലിയ എതിർപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ആഭ്യന്തര DGPയുടെ മേശപ്പുറത്തിരിക്കാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായി, അനക്കമൊന്നും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് ഇത് മിക്കവാറും ഈ കേസ് അട്ടിമറിഞ്ഞു പോകും എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം വാർത്തകൾ കൊടുക്കുക. അതിലൊരു ഒരു ഒരു റിപ്പോർട്ടറാണ് ആ വാർത്ത കൊടുത്തത്. അയാൾക്ക് അതിനകത്തുള്ള ദുരൂഹ താല്പര്യങ്ങളെക്കുറിച്ചും ഞാൻ പറഞ്ഞു. എന്നിട്ട് അത് വലിയ ചർച്ചയാക്കുക, ഏഷ്യാനെറ്റ് ന്യൂസ് അവറിൽ ചർച്ച ചെയ്യുക. അങ്ങനെ എന്താണ് ഇവരുടെ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവർ നിരന്തരം രമേശ് ചെന്നിത്തലയെ ആ കാര്യത്തിൽ വേട്ടയാടുന്നതാണ് നമ്മൾ കണ്ടത്, ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ. എന്നാൽ അവസാനം എന്ത് സംഭവിച്ചു? ഏതാണ്ട് 2-3-4 ദിവസങ്ങൾക്ക് മുമ്പ് MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യുന്ന ഉത്തരവ് പുറത്തിറങ്ങി. ആ ഉത്തരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ പോലീസിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ ആഭ്യന്തരമന്ത്രി പറഞ്ഞ പോലെ തന്നെ ക്ലാസിക് ആയിട്ടുള്ള ഒരു 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 ഉത്തരവ് ഇതിനു മുമ്പ് പുറത്തിറങ്ങിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യകാരണ സഹിതം ഏതാണ്ട് 2-3 പേജുള്ള ഒരു ഉത്തരവാണ്. കാര്യകാരണ സഹിതം ഈ കേസിൽ പ്രതികളെ രക്ഷപ്പെടുത്താൻ MR അജിത് കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ADGP എങ്ങനെയാണ് ശ്രമിച്ചതെന്നുള്ളത് കാര്യകാരണ സഹിതം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ ഉത്തരവിൽ കൃത്യമായി പറയുന്നുണ്ടായിരുന്നു. ആ ഉത്തരവ് ഒരു സ്ഥലത്തും ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ പറയുകയും ചെയ്തു. ആ ഉത്തരവിട്ടാണ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോയപ്പോൾ മുഖത്ത് അടി കിട്ടിയത് ഇയാൾക്ക്. കാരണം അത്രയ്ക്ക് ഈ പറഞ്ഞ പോലെ വസ്തുനിഷ്ഠമായിരുന്നു ആ ഉത്തരവ് എന്നുള്ളത്. അപ്പോൾ ആ ഉത്തരവ് ഇറങ്ങിയതോടുകൂടി ഏഷ്യാനെറ്റിനും കാര്യം മനസ്സിലായി. ഇപ്പോൾ ഏഷ്യാനെറ്റ് ചെന്നിട്ട് ആഭ്യന്തരമന്ത്രിയെ ചെന്നിട്ട് ആ ഉത്തരവ് അത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഇൻ്റർവ്യൂ ചെയ്ത് ആഭ്യന്തരമന്ത്രിയുടെ കാല് പിടിച്ചപ്പോൾ നടക്കുകയാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ചാനൽ. അത് ഞാൻ കണ്ടു കഴിഞ്ഞ ദിവസം. എൻ്റെ സുഹൃത്ത് KG കമലേഷാണ് ആഭ്യന്തരമന്ത്രിയുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നത് ഞാൻ കണ്ടത്. ആഭ്യന്തരമന്ത്രി മാന്യനായിട്ടുള്ളൊരു മനുഷ്യനായതുകൊണ്ട് ശക്തമായിട്ടുള്ള വിമർശനങ്ങളൊന്നും അദ്ദേഹം ഉന്നയിച്ചില്ല. പക്ഷേ ചെറിയ തോതിൽ അദ്ദേഹം വിമർശനം ഉന്നയിക്കാതിരുന്നുമില്ല. സുഹൃത്തുക്കളെ, എന്തായാലും ADGP MR അജിത് കുമാർ സസ്പെൻഷനിലായി. ആ സസ്പെൻഷന് മേൽ അയാൾക്ക് സ്റ്റേയും ലഭിച്ചില്ല. സുഹൃത്തുക്കളെ, എനിക്കിന്ന് ഈ വീഡിയോയിൽ എൻ്റെ പ്രേക്ഷകരോട് ചോദിക്കാനുള്ള ചോദ്യം, ഈ MR അജിത് കുമാർ സസ്പെൻഷനിലായതോടുകൂടി ആ അധ്യായം അവസാനിച്ചോ? അതാണ് എൻ്റെ ചോദ്യം. MR അജിത് കുമാർ സസ്പെൻഷനാവില്ലോ എന്നുള്ള സംബന്ധിച്ച് തർക്കങ്ങളുണ്ടായിരുന്നു. തർക്കങ്ങളെല്ലാം സെറ്റിൽ ചെയ്യപ്പെട്ടു. അയാൾ സസ്പെൻഷനിലായി. അയാൾക്ക് സ്റ്റേയും ലഭിച്ചില്ല. പക്ഷേ അയാൾ സസ്പെൻഷനിലായതോടുകൂടി ഈ സംഭവം അധ്യായം അവസാനിച്ചോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. എനിക്ക് യൂത്ത് കോൺഗ്രസ്സുകാരോടും ഒക്കെ എനിക്ക് പറയാനുള്ളത് അതാണ്. എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അതിരൂക്ഷമായി കോൺഗ്രസിന് ഇപ്പോഴത്തെ ആലപ്പുഴ MLA AD തോമസിനെയും ജുവൽ മാത്യു തോമസിനും കണ്ടു പറഞ്ഞിട്ട് യൂത്ത് കോൺഗ്രസിന് വേറൊരു നേതാവ് അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറാണ്. അവരെയും അതിഭീകരമായി മർദ്ദിക്കുന്ന ആ ചിത്രം നമ്മുടെ മനസ്സിൽ നിന്ന് പോവോ സുഹൃത്തുക്കളെ? അതിഭീകരമായി നെറുകന്തലയ്ക്ക് അടിച്ച് തല പൊളിക്കുന്നത് പോലത്തെ അടിക്കുന്നത്. ഈ മാടുകളെയൊക്കെ പോലും ഇത്ര ക്രൂരമായി അടിക്കില്ല. അതുപോലെയാണ് അടിച്ച് ആ ഒരു 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 വാശി ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തീർക്കുന്നത് നമ്മൾ കണ്ടത്. അതിപ്പോൾ കാണുമ്പോഴും നമ്മുടെ നെഞ്ചിങ്ങനെ വിങ്ങും. ഓരോ തവണ കാണുമ്പോഴും നമുക്ക് ടെൻഷനാണ് അത് ആ രംഗങ്ങൾ. സുഹൃത്തുക്കളെ, ആ കേസിൽ വിജയൻ്റെ അംഗരക്ഷകരെ രക്ഷിക്കാൻ വേണ്ടി ADGP അജിത് കുമാർ ഇടപെട്ടു എന്നുള്ളതിൻ്റെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ അയാളെ സസ്പെൻഡ് ചെയ്തത്. അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിലുള്ള തെളിവുകൾ ഉണ്ടായിരുന്നല്ലോ. ആ കേസ് അട്ടിമറിക്കാൻ വേണ്ടി, അത് റെഫർ ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയൊക്കെ ഇയാൾ നടത്തിയ ശ്രമങ്ങളെല്ലാം ആ ഉത്തരവിൽ കാര്യകാരണ സഹിതം പറയുന്നുണ്ട്. ഞാൻ സമയപരിമിതി കൊണ്ട് ഞാനതിൻ്റെ വിശദാംശം കളിക്കാൻ പോകുന്നു. സുഹൃത്തുക്കളെ, എൻ്റെ ചോദ്യം, ഈ MR അജിത് കുമാർ സ്വമേധയാ അങ്ങനെ ചെയ്യുമോ? എന്തിനാണ് MR അജിത് കുമാർ സ്വമേധയാ അങ്ങനെ ചെയ്യുന്നത്? സ്വമേധയാ അങ്ങനെ അയാൾക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എന്ന് മാത്രമല്ല, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇതുപോലൊരു വിഷയത്തിൽ ഇടപെട്ടാൽ ഇരകൾക്ക് വേണ്ടിയല്ലേ ഇടപെടുന്നത്, അല്ലാതെ പ്രതികൾക്ക് വേണ്ടി അല്ലല്ലോ.
എന്നാൽ ഈ കേസിൽ അയാൾ ഇടപെട്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇരകൾക്ക് വേണ്ടിയിട്ടാണോ? അല്ല, പ്രതികൾക്ക് വേണ്ടിയിട്ടാണ് അയാൾ ഇടപെട്ടത്. പ്രതികൾക്ക് വേണ്ടി അയാൾ സ്വമേധയാ ഇടപെടും? ഒരിക്കലുമില്ല. ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ പ്രതികൾക്ക് വേണ്ടി, പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ അതിഭീകരമായി യൂത്ത് കോൺഗ്രസിൻ്റെ 2 പ്രവർത്തകരെ മർദ്ദിച്ച വിഷയത്തിൽ ഈ ADGP ലോ ആൻഡ് ഓർഡർ ആയിട്ടുള്ള MR അജിത് കുമാർ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും സ്വമേധയായിരിക്കില്ല എന്നും അത് ഉന്നത രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്നുള്ളത് വ്യക്തമല്ലേ സുഹൃത്തുക്കളെ? ആ ഉത്തരവ് രേഖാമൂലമുള്ള ഉത്തരവായിരിക്കണം എന്നില്ല, അത് വാക്കാലുള്ള ഓറലായിട്ടുള്ള ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്നുള്ളത് വ്യക്തമല്ലേ? ഇനി ഈ ഉദ്യോഗസ്ഥൻ്റെ ക്രെഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? അയാളുടെ മുൻകാല അനുഭവങ്ങൾ നമ്മളൊന്ന് എടുത്ത് നോക്കൂ. അയാൾ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ഇടപെടൽ എന്താ? സ്വപ്ന സുരേഷിന് മുന്നിൽ രാജ്കിരൺ എന്ന് പറഞ്ഞിട്ടൊരു മാധ്യമപ്രവർത്തകനെ പറഞ്ഞു വിട്ടതാരാ? ഇയാളാണെന്നല്ലേ ആരോപണം വന്നത്? ഇയാളന്ന് വിജിലൻസ് ഡയറക്ടറായിട്ടിരിക്കുമ്പോൾ അന്ന് രാജ്കിരൺ അവിടെ ചെന്നത് എന്തിനാ? അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെതിരെ സ്വപ്ന സുരേഷ് കൊടുത്ത 164 സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടല്ലേ ഈ രാജ്കിരൺ എന്ന് പറഞ്ഞവൻ അവിടെ പാലക്കാട് സ്വപ്ന സുരേഷിനെ കാണാൻ ചെന്നത്? ആ സ്വപ്ന സുരേഷിനോട് രാജ്കിരൺ സംസാരിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ ഏതാണ്ട് 1.5 ഡസൻ തവണ ഈ അജിത് കുമാർ ADGP അജിത് കുമാർ ഈ രാജ്കിരണിനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നതല്ലേ? ഫോൺ കോൾ ഡീറ്റെയിൽസ് വരെ പുറത്തു വന്നതല്ലേ? അപ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി, മുഖ്യമന്ത്രിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഉന്നതനായിട്ടുള്ള ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ആ കേസുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി എന്നതല്ലേ അന്ന് അതിനകത്തോട് തെളിഞ്ഞത്? അപ്പം അങ്ങനെ മുഖ്യമന്ത്രിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയുടെ വിശ്വസ്ത വിനീത വിധേയനായിരുന്നില്ലേ MR അജിത് കുമാർ? അതുപോലെ വേറെ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേരളത്തിൻ്റെ പോലീസിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഇടപെട്ടിട്ടുണ്ടോ സുഹൃത്തുക്കൾ? അതിനുശേഷം അയാൾ എന്താ ചെയ്തത്? സ്വപ്ന സുരേഷിൻ്റെ കൂടെ ജീവിച്ചിരുന്ന സരിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള അയാളെ പിടിച്ചു വലിച്ച് പറിച്ച് നിലത്തൂടെ വലിച്ചഴച്ചല്ലേ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്, എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട്. അയാൾ വിജിലൻസ് ഡയറക്ടർ ആയിരുന്നില്ലേ? ഒരു വിജിലൻസ് ഡയറക്ടർ ഇതുപോലെ ചെയ്തിട്ടുണ്ടോ? ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ ഒരു വിജിലൻസ് ഡയറക്ടർ ഇരിപ്പുണ്ടല്ലോ, മനോജ് എബ്രഹാം. കുറേ നാളായിട്ട് മനോജ് എബ്രഹാമിൻ്റെ അടുത്ത് ഇങ്ങനെ പറയാനുള്ള നട്ടല് വിജയനുണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. അങ്ങനത്തെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ഉള്ളപ്പോഴാണ് വിജിലൻസ് ഡയറക്ടറായിട്ടിരുന്നു കൊണ്ട് പിണറായി വിജയന് വേണ്ടി വിടുവേല ചെയ്തത് ഈ MR അജിത് കുമാർ. അത് ആദ്യത്തെ അനുഭവം. പിന്നീടുണ്ടായ രണ്ടാമത്തെ അനുഭവം എന്താ? സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം പൂരം കലക്കിയ ആളല്ലേ ഇയാൾ പൂരം കലക്കിയെന്ന് പരാതി ഉന്നയിച്ചതാരാ? CPIയുടെ അന്നത്തെ മന്ത്രിയായിരുന്ന K രാജനല്ലേ? അവിടെയും ഇയാൾ പിണറായി വിജയന് വേണ്ടി വിടുവേല ചെയ്തവനല്ലേ? 3, ഇയാൾ ദത്താത്രേയ ഹൊസബോളയും രാംമാധവ് എന്ന് പറഞ്ഞ RSS നേതാക്കന്മാരെ കാണാൻ പോയത് പിണറായി വിജയന് വേണ്ടിയായിരുന്നു എന്നുള്ളതിന് എന്താ സംശയം സുഹൃത്തുക്കളെ? അപ്പോൾ ADGP അജിത് കുമാർ എന്ന് പറഞ്ഞ ഈ ഉദ്യോഗസ്ഥൻ്റെ മുൻകാല ചരിത്രം പരിശോധിച്ചാൽ അയാൾ അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ വീട്ടുവേലക്കാരനെ വിടുവേല ചെയ്യുന്ന ഉദ്യോഗസ്ഥനായിരുന്നു എന്നുള്ളത് വ്യക്തമല്ലേ? ഇനി എന്ത് തെളിവാണ് വേണ്ടത്? ഞാനിപ്പോൾ 3 ഉദാഹരണങ്ങളല്ലേ ഞാൻ കാണിച്ചത്. അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഈ കേസ് അട്ടിമറിക്കാൻ പ്രതികൾക്ക് വേണ്ടി ഇരകൾക്കെതിരെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സംശയവും വേണ്ട. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുടെ വാക്കാലുള്ള ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുന്നതിന് എന്താ സംശയം സുഹൃത്തുക്കളെ? ഒരു സംശയവുമില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞു വരുന്നത് ഈ കേസിൻ്റെ അന്വേഷണം ഇവിടെ തീരാൻ പാടില്ല. ഇപ്പം ഇയാൾക്കെതിരെ കേസെടുക്കുമെന്ന് കേൾക്കുന്നു. കേസെടുക്കുമ്പോഴും കേസെടുക്കുന്നതിലും അവസാനിപ്പിക്കാൻ പാടില്ല. ഈ കേസിൽ ഗൂഢാലോചന അന്വേഷിച്ചേ മതിയാവുള്ളൂ. ഈ കേസിലെ ഉന്നത ഗൂഢാലോചന അന്വേഷിച്ചാലേ മതിയാവുള്ളൂ. വിജയനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വിജയൻ നേരിട്ടാവണമെന്നില്ല. പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെ വാക്കാലുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ MR അജിത് കുമാർ ഈ കേസ് അട്ടിമറിക്കാൻ ഇടപെടില്ല എന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്ത സുഹൃത്തുക്കളെ? അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ കേസ് ADGP അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യുന്നിടത്ത് അവസാനിക്കാൻ പാടില്ല. ഈ കേസ് ADGP അജിത് കുമാറിനെതിരെ ക്രിമിനൽ കേസ് എടുക്കുന്നിടത്ത് അവസാനിക്കാൻ പാടില്ല. ഈ കേസ് അവസാനിക്കേണ്ടത് ഇതിൻ്റെ ഉന്നത ഗൂഢാലോചന കൂടി പുറത്തു വരുന്നിടത്തായിരിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ആ ഉന്നത ഗൂഢാലോചന അന്വേഷിക്കാൻ UDF സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും രമേശ് ചെന്നിത്തലയ്ക്കും ബാധ്യതയുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ആ ഉന്നത ഗൂഢാലോചന അന്വേഷിച്ചാൽ P ശശി എന്ന് പറയുന്ന പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഈ വിഷയത്തിലുള്ള പങ്ക്
കൃത്യമായി പുറത്തു വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ആരും സംശയമില്ല. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരോടും KSUക്കാരോടും ഒക്കെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിക്കാൻ വേണ്ടി അജിത് കുമാർ ഇടപെട്ട ഈ സംഭവത്തിലെ ഗൂഢാലോചന അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള സമ്മർദ്ദം ഈ സർക്കാരിന് മേൽ നിങ്ങൾ ചെലുത്തണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എനിക്ക് പ്രത്യേകിച്ച് അത് പറയാനുള്ളത് ആലപ്പുഴ MLA AD തോമസിനോടും കൂട്ടത്തിൽ പിന്നെ ആക്രമണത്തിന് വിധേയനായിട്ടുള്ള ജുവൽ തോമസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ 2 നേതാക്കന്മാരുമാണ്. നിങ്ങൾ ആഭ്യന്തര വകുപ്പിന് ഇത് സംബന്ധിച്ച് കത്ത് കൊടുക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒരു സംശയവും വേണ്ട, ഈ കാര്യത്തിൽ P. ശശി ഇടപെട്ടിട്ടുണ്ട്. P. ശശിയുടെ ഇടപെടലുകൾ ഉണ്ടാവും. അത് കണ്ടുപിടിക്കാനൊരു ബുദ്ധിമുട്ടും വരില്ല. അതൊക്കെ അവരുടെ ഈ കോൾ ഡേറ്റ റെക്കോർഡ്സ് CDRകൾ പരിശോധിച്ചാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഈ കേസിൻ്റെ അന്വേഷണം ഈ ADGP അജിത് കുമാറിൽ അവസാനിക്കില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ബാധ്യത യൂത്ത് കോൺഗ്രസിനുമാണ്, AD തോമസിനും ജുവൽ തോമസിനുമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.